ആദ്യത്തെ തുബ്ദേനില് അതായത് ആദ്യത്തെ തുബ്ദേനിലെ പടയതിനെ വെച്ചത് നമ്മളും അന്ത്യോക്യയോടുള്ള ബന്ധം പുലർത്തുന്നതിന് വേണ്ടി ബഹുമാനിക്കുന്നതിന് വേണ്ടിയാണ് അവിടുത്തെ 2 പാത്രികീസുമാരെ നമ്മൾ ഓർക്കുന്നുണ്ട്. ആദ്യത്തേതിൽ ഗ്രിഗോറിയോസും ബെസേലിയോസ് ഇഗ്നാത്തിയോസ് എന്ന് നമ്മൾ ഓർക്കുന്നത് അത് പടശ്ശേരി തിരുമേനി അത് എഴുതി വെച്ചതാണ്. 5ാമത്തെ തുബ്ദേന് അന്ന് ഇപ്പോഴത്തേൻ്റെ ഇവിടെ അല്ലായിരുന്നു. ഇപ്പോഴത്തെ അന്നെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റാണ്. അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെ പേരും അവർ നീളാൾ വാഴട്ടെ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയൊക്കെ ആയിരുന്നത്. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം ശീമയിലുള്ള നമ്മുടെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലുള്ള പരിചിതന്മാരുടെ ഒരു നീണ്ട ലിസ്റ്റാണ്. ഈ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ളൂ നമ്മളത് ചെയ്തിട്ട് 2 പേരുടെ അവിടെ പേര് ചേർത്തത്. അതായത് പരുമല തിരുമേനിയുടെയും പട്ടിശ്ശേരി തിരുമേനിയുടെ പേര് ചേർത്ത് അങ്ങനെ 21 പേരുടെ ലിസ്റ്റാണ് നമ്മുടെ 5ാമത്തെ തുബ്ദേനിനകത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം വടശ്ശേരി തിരുമേനിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. നല്ല ഭാഷ, ഈ പാട്ടുകൾ, ഇതെല്ലാം മറ്റു പലരുടെയും ഡിസ്കഷനോടെയാണ് അത് പൂർത്തിയായത്. 1903 അത് പബ്ലിഷ് ചെയ്തു. 3ാമത്തെ കാര്യം, അദ്ദേഹം 1911 മുതൽ, അതായത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം, സാധ്യത വന്നതിന് ശേഷം അദ്ദേഹം ശ്രമിച്ചത് ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അന്ന് മുതൽ എഴുതി 1933 അദ്ദേഹം ON ചെറിയാനെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്ത് ആ കമ്മിറ്റി പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് 1934 ഡിസംബറിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കി അത് സുപ്രീം കോടതിയിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 3 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് അദ്ദേഹം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അതായത് ഈ കുന്നംകുളം കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. അവിടെ തിരുമേനിക്ക് പോകേണ്ടി വന്നു. അവിടെ ചെന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം കോർട്ടിൽ. അതിനുവേണ്ടി തിരുമേനി അവിടെ പോവുകയും 2 മാസത്തോളം അവിടെ താമസിച്ച് ആണ്. അപ്പം കേസ് ജയിച്ചുവെങ്കിലും അവിടെ താമസിച്ച് പള്ളിയിൽ താമസിക്കുന്ന സമയത്ത് ശനിയാഴ്ച വൈകിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കളൊക്കെ അവിടെ വരികയും തിരുമേനിയെ കൊണ്ട് അനുഗ്രഹിപ്പിക്കാൻ നോക്കും. 10-20 പിള്ളേരെ സമയത്ത് തിരുമേനി കുഞ്ഞുങ്ങളോട് തുള്ളിച്ചാടി നടക്കുകയും അവർ അപ്പച്ചൻ എന്നുള്ള രീതിയിൽ അവർ കണക്കാക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് ആ ജനങ്ങളുടെ എല്ലാ സ്നേഹം ആർന്നെടുത്ത ഒരു തിരുമേനിയായിരുന്നു അവിടെ. അന്ന് പോകാൻ നേരത്തെ ആ കുഞ്ഞുങ്ങളെല്ലാം വന്നിട്ട് തിരുമേനിക്ക് പലഹാരങ്ങൾ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത് നല്ലൊരു റിലേഷൻ. ഞാനിത് എഴുതിയത് ഈ എഴുതിയിരിക്കുന്ന ജോസഫ് ചീരിന് അന്ന് 10-14 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം 1934 പട്ടശ്ശേരി തിരുമേനി മരിക്കുകയാണ്. കാലം ചെയ്ത് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ കൂട്ടമണി അടിച്ചു. അവിടുത്തെ ജനങ്ങളെല്ലാം കൂടി വന്നു. അവിടെ അന്നേരം ഈ എഴുതിയ ഗ്രന്ഥകർത്താവിന് 10-14 വയസ്സുള്ളൂ. അദ്ദേഹം പറയുകയാണ്, അവിടെ ധൂപ്രാർത്ഥന നടക്കുന്ന സമയത്തും പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും പള്ളിക്ക് ധാരാളം പേര് കരയുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ആരോ വളരെ ക്ലോസ് റിലേറ്റീവ് ആരോ മരിച്ച പോലുള്ള ദുഃഖവും വേദനയും കൊണ്ടാണ് ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ ഇൻട്രസിഷൻ നമുക്ക് എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ ചെയ്തു.